ഹലോ, എൻ്റെ ടോപ്പിക്ക് വോയിസ് സിന്തസിസ് ആൻഡ് TTS ആണ്. വോയിസ് സിന്തസിസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ സ്പീച്ച് ജനറേഷൻ പ്രോസസ്സാണ്. ഹ്യൂമണിനെ പോലെ നാച്ചുറലായിട്ട് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എയിം. ഇതിൽ 2 മെയിൻ അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺകാറ്റിനേറ്റീവ് സിന്തസിസ്. ഇതിൽ പ്രീ റെക്കോർഡ് ഹ്യൂമൻ വോയിസ് സ്നിപ്പെറ്റ്സിനെ ജോയിൻ ചെയ്തിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പാരാമെട്രിക് ഓർ ന്യൂറൽ സിന്തസിസ്. ഇതിൽ AI ഡീപ്പ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്ത് ഒരു ന്യൂ റിയലിസ്റ്റിക് വോയിസ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോഴുള്ള ടെക്നോളജീസ് ലൈക്ക് ഗൂഗിൾ വേവ്നെറ്റ്, ആമസോൺ പോളി, മൈക്രോസോഫ്റ്റ് അസൂറെ സ്പീച്ച്, ഇതിലൊക്കെ ന്യൂറൽ നെറ്റ്വർക്ക് ബേസ്ഡ് മോഡൽസ് യൂസ് ചെയ്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വോയിസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. TTS മീൻസ് ടെക്സ്റ്റ് ടു സ്പീച്ച്. TTS എന്ന് പറയുന്നത് വോയിസ് സിന്തസിസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ റിട്ടൺ ടെക്സ്റ്റിനെ സ്പോക്കൺ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു പ്രോസസ്സിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് അനാലിസിസ്. ആ ഒരു ടെക്സ്റ്റിനെ ഫോണിംസിലേക്ക് ബ്രേക്ക് ചെയ്യുക, അബ്രിവിയേഷൻസ്, നമ്പേഴ്സ്, പങ്ക്ച്വേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് പ്രോസസ്സിങ്. ആ ഒരു സ്പീച്ച് നാച്ചുറൽ ആക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ, റിതം, സ്ട്രെസ്, ഇൻഡോനേഷ്യൻ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാം. ദെൻ തേർഡ് സ്റ്റെപ്പ് സ്പീച്ച് ജനറേഷൻ, പ്രൊഡ്യൂസിങ് ദ ഫൈനൽ സ്പീച്ച് ഔട്ട്പുട്ട് ആസ് ഓഡിയോ. ആ ഒരു ഫേസിലാണ് നമുക്ക് ആ ഒരു സ്പീച്ച് ഓഡിയോ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ദെൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആക്സസിബിലിറ്റി. ബ്ലൈൻഡ് ഓർ വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ദെൻ വെർച്വൽ അസിസ്റ്റൻസ് ലൈക്ക് സിരി, അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ്. ദെൻ എഡ്യൂക്കേഷനിലെ ലാംഗ്വേജ് ലേണിംഗ്, പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ്, ഇതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ദെൻ നാവിഗേഷൻ സിസ്റ്റംസിൽ കസ്റ്റമർ സപ്പോർട്ട്, കോണ്ടന്റ് ക്രിയേഷനിൽ ഓഡിയോ ബുക്സ്, യൂട്യൂബ് നറേഷൻ, പോഡ്കാസ്റ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ദെൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വിഷ്വലി ഇമ്പേർഡ് യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ആൻഡ് ആക്സെൻറ്റ്സ്, പ്രൊവൈഡ്സ് ഹാൻഡ് ഫ്രീ ഇൻട്രാക്ഷൻ വിത്ത് ഡിജിറ്റൽ സിസ്റ്റംസ്, മേക്സ് ഓട്ടോമേഷൻ ആൻഡ് AI സിസ്റ്റം മോർ യൂസർ ഫ്രണ്ട്ലി. ലിമിറ്റേഷൻസ്, ഓൾഡർ TTS സിസ്റ്റംസ് റോബോട്ടിക് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇമോഷൻസ്, എക്സ്പ്രഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് ടോൺ വേരിയേഷൻസ് ആർ സ്റ്റിൽ ചലഞ്ചിങ്. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണെങ്കിൽ വോയിസ് സിന്തസിസ് ആൻഡ് TTS ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ആക്സസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, വെർച്വൽ അസിസ്റ്റൻസിനെ എൻഹാൻസ് ചെയ്യുക, ഓട്ടോമേഷൻ സിസ്റ്റംസ് യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നിവയിൽ TTS ഒരു പവർഫുൾ ടെക്നോളജിയാണ്. താങ്ക് യു.